ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലാണിപ്പം. അപ്പോൾ എൻ്റെ വണ്ടിയാണ് ഡോമിനാർ. ബോബോ എന്ന് പറയുന്ന ചാർജർ നിങ്ങൾ കണ്ടു കാണുമല്ലോ തംബ്നെയിലിനകത്ത്. അപ്പോൾ ബോബോയുടെ ചാർജർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാണ് കാണാൻ പോകുന്നത്. എൻ്റെ കൂടെ ഇപ്പോൾ കിടോ ആണുള്ളത്. ഹലോ. എല്ലാവരും ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അയച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പോർഷനാണ് ഇപ്പോൾ അയക്കേണ്ടത്. ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ അയച്ചുകൊണ്ടിരിക്കുക കണ്ടോ. അപ്പം അതഴിച്ചിട്ട് വേണം നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ. അതായത് നമ്മുടെ ഇഗ്നീഷൻ്റെ പാർട്ടിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് ബാറ്ററി ഇല്ല. കാരണം ഡയറക്റ്റ് ബാറ്ററി കൊടുക്കുമ്പം പലപ്പോഴും പലർക്കും പ്രശ്നം വരാറുണ്ട്. ഒത്തിരിയും പേര് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പം നമ്മൾ ഡയറക്റ്റ് ബാറ്ററി കണക്ട് ചെയ്യാതെ ഇഗ്നീഷനിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്യൂസ് കാര്യങ്ങളെല്ലാം ബോബോയ്ക്ക് വരുന്നതാണ്. ബോബോയുടെ കൂടുതൽ ഫീച്ചേഴ്സ് അറിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ഇൻസ്റ്റാളേഷനിലേക്ക് പോകാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 2 സ്ക്രൂവും അഴിച്ചെടുക്കുകയാണ് ഹെഡ്ലൈറ്റിൻ്റെ മേളിൽ. അതിന് മുമ്പായിട്ട് നമ്മൾ വിൻസ്ക്രീൻ ഇല്ലെങ്കിൽ നമ്മുടെ വിൻഷീൽഡിൻ്റെ പോർഷനൊക്കെ അഴിച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അഴിക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലേ പണി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെഡ്ലൈറ്റിൻ്റെ ഈ പോർഷൻ ഊരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഊരാവുന്നതാണ്. അതിപ്പോൾ 2 കണക്റ്റേഴ്സ് ഉണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്ന സാധനം ഊരിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഹെഡ്ലൈറ്റും ഫ്രണ്ട് പോർഷൻ എടുക്കാം. പിന്നെ അത് അല്ലാതെ ഇപ്പുറത്തെ കറുത്ത ഒരു കളറിലെ കണക്ടർ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ഇഗ്നീഷൻ്റെ കണക്ടർ. അതിൻ്റെ ഇടയ്ക്കൂടാണ് നമുക്ക് ഈ പറയുന്ന ബോബോയുടെ ചാർജറിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിൽ ഇതിൻ്റെ കണക്ടർ സെറ്റ് ചെയ്യുകയാണ്. കണക്ടർ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ പറയുന്ന മൊബൈൽ ഹോൾഡർ വെക്കുന്ന ഒരു പാർട്ടുണ്ടല്ലോ, അതിൻ്റെ ബേസ്മെൻറ്റായിട്ട് നമ്മുടെ ഹാൻഡിലെ ഫിക്സ് ചെയ്യുന്ന പാർട്ടാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ബോബോ ചാർജറിൻ്റെ, അതായത് ഈ പറഞ്ഞ ഹോൾഡറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു പാർട്ടൂടെ ഉണ്ട്, അതുകൂടെ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസ്മെൻറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആവണോ നോക്കിയിട്ട് നമ്മൾ വിടാവുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ഇല്ലെങ്കിൽ കൂടെ ഇത് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഹാൻഡിലുള്ള വൈബ്രേഷൻസ് കംപ്ലീറ്റ് ഇതേ വന്നിട്ട് തട്ടിയിട്ട് നമ്മളിപ്പോൾ ലോങ് റൈഡ് പോകുന്ന സമയത്താണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തീരും. അതുകൊണ്ട് ആദ്യമേ ഇത് നല്ല രീതിയിൽ സെറ്റാണോ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് ശേഷം നമുക്കിതിനെ തൊട്ട് മേളിൽ വെക്കുന്ന ഒരു റിംഗ് ഉണ്ട്, ആ റിംഗ് വെക്കാൻ പോവുകയാണ്. ചാർജർ ഉൾപ്പെടെ വരുന്ന ആ ഒരു ഹോൾഡർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതേ വെച്ചുകൊണ്ടാണ്. ഇതാണ് അതിൻ്റെ റിങ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ മേളിൽ ഈ ഹോൾഡർ കൂടെ സെറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. സിമ്പിളാണ്. അതിൻ്റെ അടിയിൽ നിന്ന് ടൈറ്റ് ചെയ്താൽ മതി. ഈ റിങ് ടൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. 360 ഡിഗ്രി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. തിരിച്ചിട്ട് പലർക്കും ഡൗട്ടുണ്ട് അതിനെപ്പറ്റി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഏത് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടോ, ഏത് രീതിയിൽ സെറ്റ് ചെയ്യാം. മുറുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പൊസിഷനിൽ തന്നെ അത് ടൈറ്റായിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കൂടാതെ തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചങ്ങനെ തന്നെ ഇരുന്നോളും. അത്യാവശ്യം നല്ല ക്രൂസിങ് സ്പീഡിലും ഒരു പ്രശ്നമില്ലാതെ പോകുന്നതാണ്. ഇങ്ങനെയാണ് ആക്സസ് വരുന്നതിൻ്റെ. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അത് ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കവറും ഉണ്ട്, ഒരു റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കവറുണ്ട്. മാറ്റിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം ഒരു ബ്ലൂ ചാർജിങ് പോയിൻ്റ് കാണാൻ കഴിയും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നതാണ്. ഫ്യൂസ് ആണ് ഈ കാണുന്നത്, അതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. ഫ്യൂസിൽ നിന്നാണ് ബാക്കിയുള്ള കണക്ഷൻ വരുന്നത്. അത് ഡയറക്റ്റ് നമ്മൾ ഇഗ്നീഷനിൽ ഒരെണ്ണം കൊടുക്കണം, മറ്റേത് എർത്തായിട്ടും കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാറിന് കേബിൾ കയറ്റി വിടുന്ന വഴി കൂടെ തന്നെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. അതായത് ഹെഡ്ലൈറ്റിൻ്റെ പോർഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അകത്തുനിന്ന് വലിക്കുകയാണ് താഴോട്ട് വരുന്ന വയർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും 2 സെറ്റ് കാണാൻ കഴിയുമല്ലോ വയറിൻ്റെ. അതിലൊന്ന് നമ്മൾ ഡയറക്റ്റ് ഈ പറഞ്ഞ എർത്തിലോട്ടും കൊടുക്കും, മറ്റേത് ഇഗ്നീഷനിലോട്ട് ഡയറക്റ്റ് കൊടുക്കുകയാണ് വയർ.
അപ്പോൾ അങ്ങനെ കൊടുത്ത് കഴിയും. ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഇതിനകത്ത് ഇപ്പോൾ ഫ്ലാഷറും കൂടെ വെച്ചിട്ടുണ്ട്, ഫ്ലാഷറും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ കണക്ട് ചെയ്യണം കിഡോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇത് കണക്ട് ചെയ്യുമ്പോഴേ ഞങ്ങൾ ചെക്ക് ചെയ്യുകയാണ്, അതായത് ഇതിനകത്തോട്ട് കറണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതാണ് ഇഗ്നീഷനിൽ നിന്ന് വരുന്ന വയർ. ഇത് പോസിറ്റീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, മറ്റേത് നെഗറ്റീവായിട്ടുമാണ്. നെഗറ്റീവായിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ പീസിൽ, അതായത് എർത്തായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിനകത്ത് ഈ പോർഷനകത്ത് ഒരു സ്ക്രൂ ഉണ്ട്, അത് ഈ കാണുന്ന സ്ക്രൂ ആണ്. ഈ സ്ക്രൂ ഒന്ന് അഴിച്ചിട്ട്, അതായത് നെഗറ്റീവ് വരുന്ന എൻഡ് കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ചിട്ട് അതിനകത്ത് ഇരിക്കുന്ന രീതിയിൽ ഞങ്ങൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ബഡീസ്, അപ്പോൾ നമ്മൾ എന്തായാലും ചാർജിങ് കണക്ഷനൊക്കെ ചെക്ക് ചെയ്ത് എന്തായാലും ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ കണക്ഷന് എൻഡ് പോർഷൻ നമ്മളിന്ന് ഇപ്പോൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുപ്പിച്ചിട്ട് നേരെ അകത്തോട്ട് കയറ്റി ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയാണ്. ഇപ്പം ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്പ്രിങ് സ്പാനർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലൊപ്പം തന്നെ ഇൻസുലേറ്റ് ചെയ്യണം നമ്മൾ ഓരോ പോർഷനും, അതായത് ഈ എക്സ്ട്രാ നിൽക്കുന്ന എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യണം, കണക്റ്റിംഗ് സൈഡ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വെള്ളം വീണിട്ട് അവിടെ എല്ലാം പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇൻസുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലി ഉള്ള 4 to 6.5 ഇഞ്ച് സ്ക്രീൻ വരുന്ന എല്ലാ ഫോണുകളും ഇതിനകത്ത് കോമ്പാറ്റബിൾ ആണ്. നേരെ ചവണ ഇരുന്നോളൂ ഇതിനകത്ത്. അതുമല്ല ഷെയ്ക്ക് കാര്യങ്ങളൊന്നും ഇതിനകത്ത് അധികം ഇല്ല. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പല ഫോൺ ഹോൾഡറും നിങ്ങൾക്ക് അറിയായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ചെയ്ത് ചിലപ്പോൾ ലൂസായൊക്കെ പോകുന്ന കാണാം. ഇതങ്ങനെ ലൂസായി പോകത്തൊന്നുമില്ല, നല്ല ഉറച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ടേൺ ഓഫ് ടേൺ ഓൺ ചെയ്യാനുള്ള ഒരു സൗകര്യം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്താൽ മതി. എന്തായാലും ബോബോയുടെ ഈ ചാർജർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാൻ, അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, ബോബോ ചാർജർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിക്കുക. എന്തായാലും താഴെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവനോട് ചോദിച്ചാൽ, കിഡോയോട് ചോദിച്ചാൽ മതി. കിഡോയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എന്തായാലും ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ, ബൈ ബൈ. കർമ്മ ഈസ് ഇൻഫിനിറ്റി. ഒരു സൈഡില്ല, ലൂസ് കൈ കൊണ്ട്